ഞാൻ കുഞ്ഞിനെടുത്ത എന്നാ മോനെ ജ്യൂസ്. അവളെവിടെ? അവള് റൂമിലുണ്ടാവുമേ, കുഞ്ഞിനെ ഉറക്കാൻ പോയത്. ആ ഇതാട്ടെന്ന് എനിക്കുള്ള ജ്യൂസ്. എന്നാ ഇത് അവൾ കൊണ്ട് കൊടുത്തിട്ട് വാ. ഞാനിതിനുമേ അവൾക്ക് കൊണ്ടേ കൊടുക്കാൻ നിൽക്കുന്നത്. അമ്മ ഇത് അവളുടെ ഇടയിൽ കൊണ്ട് വെക്ക്, അവൾക്ക് വേണേ വന്ന് കുടിച്ചോളൂ. ഇതൊരു അവളെ പുറകെ പോവാനാ, ഒരു പണിയില്ലാണ്ട്. അതെന്ന് അങ്ങനെ പറയുന്നത്? ഇവിടെ അവളെ നോക്കാൻ ആരാ ഉള്ളത്? അവളുടെ അമ്മയുണ്ടോ അതോ ഞാനുണ്ടോ? ആ കുട്ടി കുഞ്ഞിനെ നോക്കണം, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരണം, ഒരു ദിവസം വെള്ളം കൊണ്ട് കൊടുക്കുന്ന പറയുമ്പോ അവിടെ എവിടെയും വെച്ചോന്നാ. നല്ല സ്വഭാവം മോനെ നിന്റെ. അമ്മ എന്റെ സ്വഭാവത്തിന് എന്ത് കുഴപ്പമുള്ളത്? അവള് കുഞ്ഞിനെ നോക്കുന്നതിനേക്കാളും നന്നായിട്ട് ഞാൻ നോക്കുന്നത്. പിന്നെ ഇതും നോക്കി പിടിച്ച് അവളെ പുറകെ പോകേണ്ട കാര്യമുണ്ടോ? അവളത് ചെറിയ കുട്ടിയാ. എന്റെ മോനെ, അവൾ ചെറിയ കുട്ടിയായത് കൊണ്ടല്ല, നിന്റെ ഭാര്യയല്ലേ ഇവള്. മക്കളിനെയൊക്കെ നോക്കണം, സ്നേഹിക്കണം, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. മക്കളായി എന്ന് പറഞ്ഞിട്ട് നിന്റെ ഭാര്യ നിങ്ങൾ തഴയേണ്ട ആവശ്യം എന്താ? തഴയാനോ? അവളിവിടെ ആര് തഴഞ്ഞു എന്ന്? അവൾക്കൂടെ ഒന്നിനും ഒരു കുറവുമില്ല. ഉണ്ണാനും എടുക്കാനും ഇഷ്ടം പോലെ ഉണ്ട്. അതെക്കാളും കൂടിയിട്ടുള്ളൂ ഇപ്പോ. ഉണ്ണാനും ഉടുക്കാനും മാത്രം മതിയോ മോനെ? ഉണ്ണാനും ഉടുക്കാനും കൊടുത്തു, പിന്നെ അവൾക്ക് എന്തിന്റെ കുറവാ ഉള്ളു? ഇതാണോ നീ പറയേണ്ടത്? പിന്നെ അവൾക്ക് വേറെ എന്ത് വേണം ഇതിനേക്കാളും കൂടുതൽ? മോനെ, ഞാൻ വരുമ്പോ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഒരുമിച്ച് സംസാരിച്ചിരിക്കണം ഞാൻ കണ്ടിട്ടില്ല, ഒരുമിച്ച് ഇന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടില്ല. നീ ഒരു ഭാഗത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അവളൊരു ഭാഗത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ലീവ് ദിവസം നീ മോന്റെ കൂടെ കളിക്കുന്നു, അവനെയും കൂട്ടി പുറത്തു പോകുന്നു. അവളെ കുഞ്ഞിനെ എടുക്കണു, കുഞ്ഞിന് പാലെടുക്കണു, കുഞ്ഞിനെ ഉറക്കണു, വീണ്ടും അടുക്കളയിൽ പോകുന്നു. എന്താടാത്? അവൾക്ക് എന്ത് ജീവിതം ഉള്ളത്? നീ എപ്പോഴെങ്കിലും അവളെ കൂട്ടൊന്ന് പുറത്തു പോകുന്നുണ്ടോ? ഞാനിവിടെ വരുമ്പോ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. നിങ്ങൾ മര്യാദയ്ക്ക് ഒരുമിച്ച് മിണ്ടുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നീ കുട്ടികളെയും കൂട്ടുന്നു, ഇവിടെ കൊടുന്ന് കളിക്കുന്നു, ഇവിടെ വേണ്ട ഭക്ഷണം എടുത്ത് കഴിക്കുന്നു. അവളായി അടുക്കളയിൽ തന്നെ കുഞ്ഞണിക്കണം, കുഞ്ഞിനെ പാലെടുക്കണം, കുഞ്ഞിന് വറക്കണം, കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെയും പോകുന്നു അടുക്കളയിലേക്ക്. അല്ല, നിനക്ക് ലീവ് കിട്ടുമ്പോൾ നിനക്ക് അവളെയും കൂട്ടൊന്ന് പുറത്ത് വെക്കൂടെ? നീ മക്കളെ മാത്രം, നിന്റെ മോനെ മാത്രം നീ കൂട്ടിയിട്ട് പോകുന്നത്. അപ്പൊ അവളിനെ ആരാ കൂട്ടിയിട്ട് പോകുന്നത്? അവൾക്ക് പിന്നെ എന്ത് ജീവിതം ഉള്ളത് എന്ന് ആലോചിച്ച് നോക്ക്. മക്കളാകുന്ന മുന്നേ നിങ്ങളുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്ക്. എത്ര സന്തോഷത്തോടെയാണ് കഴിഞ്ഞത്. എവിടെ പോകുമ്പോൾ അവളെയും കുട്ടികളെ നീ പോകുള്ളൂ? നീ എവിടെ തനിച്ചെവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും അവിടെ തന്നെ പറയാം റെഡിയായി നിൽക്കുക എന്നുള്ളത്. വന്ന് രണ്ടും കൂടി കാറും എടുത്ത് അങ്ങ് പോകും. എനിക്കെന്നെ അതിശയം തോന്നിയിട്ടുണ്ട്. ഇപ്പോഴോ എന്താടാത്? അവളും ചെറിയ കുട്ടിയല്ലേ മോനെ. ഈ കുട്ടികൾ പറഞ്ഞ് നടക്കുമ്പോഴേ നീ ഒരു കാര്യം കൂടി ചിന്തിക്കണം. അവര് പഠിച്ച് വളർന്ന് വലുതായി കഴിഞ്ഞാൽ അവരുടെ പാട് നോക്കി പോകും. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോഴേ നിങ്ങൾ ജീവിച്ചിട്ടേ ഉണ്ടാവില്ല.